അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദപരമായ പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷമായ പ്രതികരണവുമായി ഇറാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെട്ടതിന് ശേഷം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഉടനടി അമേരിക്കയുടെ അധീനതയിലാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനമാണ് മേഖലയിൽ പുതിയ നയതന്ത്ര പ്രതിസന്ധിക്കും വാക്പോരിനും തിരികൊളുത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുൻപിൽ ഇറാൻ അടിയറവ് പറയില്ലെന്നും തങ്ങളുടെ പ്രാദേശിക പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ടെഹ്റാൻ വ്യക്തമാക്കി. ഇറാന്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ കാസം ഗരീബാബാദിയാണ് ട്രംപിന്റെ പ്രസ്താവനയെ ശക്തമായി നിഷേധിച്ച് രംഗത്ത് വന്നത്. ഹോർമസ് കടലിടുക്ക് ഇറാന്റേതാണ്, ഇനിയും ഇറാന്റേതായി തന്നെ തുടരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം. വരും ദിവസങ്ങളിൽ മധ്യപൂർവേഷ്യൻ മേഖലയിലെ പിരിമുറുക്കം കൂടുതൽ വർദ്ധിക്കുമെന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഇറാന്റെ ഈ നിലപാട്. അമേരിക്കൻ ഭരണകൂടത്തിന്റെയും ട്രംപിന്റെയും പ്രകോപനപരമായ പ്രസ്താവനകളെ തികഞ്ഞ പുച്ഛത്തോടെയാണ് ഇറാൻ വീക്ഷിക്കുന്നതെന്ന് ഗരീബാബാദി പറഞ്ഞു. കേവലം ഒരു ട്വീറ്റ് കൊണ്ടോ ഒരു വിമാനവാഹിനി കപ്പൽ മേഖലയിലേക്ക് അയച്ചത് കൊണ്ടോ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റാലിയിലെ പ്രസംഗങ്ങൾ കൊണ്ടോ ഹോർമുസ് പോലുള്ള ഒരു തന്ത്രപ്രധാന ജലപാത പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. സാമ്രാജ്യത്വ ശക്തികളുടെയും സൈനിക ശക്തികളുടെയും മുൻപിൽ തല കുനിക്കുന്ന ചരിത്രം ഇറാനില്ലെന്ന് വ്യക്തമാക്കിയ വിദേശകാര്യ സഹമന്ത്രി രാജ്യത്തിന്റെ പരമാധികാരത്തിനു മേലുള്ള ഒരു കടന്നുകയറ്റവും അനുവദിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. ശത്രുക്കളുടെ ഭീഷണികൾക്ക് മുൻപിൽ ഭയന്നു പിന്മാറുന്ന രാജ്യമല്ല ഇറാൻ എന്നും പ്രതിരോധ നീക്കങ്ങളിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോള സമുദ്ര വ്യാപാര മേഖലയിലും എണ്ണ ഗതാഗതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രപ്രധാന പാതയാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്ത് ഉപയോഗിക്കുന്ന എണ്ണയുടെ 5-1 കടന്നു പോകുന്നത് പേർഷ്യൻ ഉൾക്കടലിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. അതിനാൽ തന്നെ ഇതിന്മേൽ നിയന്ത്രണം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. 2026 സൈനിക ഏറ്റുമുട്ടലുകൾക്ക് ശേഷം മേഖലയിൽ തങ്ങളുടെ മേൽക്കോയ്മ ഉറപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ യുദ്ധാനന്തര കാലഘട്ടത്തിലും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ തയ്യാറല്ലെന്ന സന്ദേശമാണ് ഈ തിരിച്ചടിയിലൂടെ നൽകുന്നത്. അമേരിക്കയുടെ ഏകപക്ഷീയമായ അവകാശവാദങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമാണെന്ന് ടെഹ്റാൻ ആരോപിക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രസ്താവനയോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു വലിയ സായുധ സംഘർഷത്തിന്റെ നിഴൽ വീണിരിക്കുകയാണ്. മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ നാവികസേനയ്ക്കും സഖ്യകക്ഷികൾക്കും നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ സാധ്യതയുണ്ട്. ഇത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും എണ്ണ വിപണിയെയും നേരിട്ട് ബാധിക്കും. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെയും ആഗോള തന്ത്രങ്ങളുടെയും ഭാഗമായാണ് ട്രംപ് ഇത്തരം പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നതെന്ന് നിരീക്ഷകർ കരുതുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രസ്താവനകൾ മേഖലയിലെ സുരക്ഷാ അന്തരീക്ഷം കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കുകയുള്ളൂ. ഇറാനെ സൈനികമായി തളർത്താമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ടെഹ്റാനിൽ നിന്നുള്ള മറുപടി. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് തങ്ങളുടെ ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് എന്നാണ് ഇറാൻ വാദിക്കുന്നത്. നൂറ്റാണ്ടുകളായി തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലപാതയ്ക്ക് മേൽ അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഈ വിഷയത്തിൽ പ്രാദേശിക സഖ്യരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനും ഇറാൻ ശ്രമിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ വൻ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തങ്ങളുടെ ഭൂഗർഭ മിസൈൽ ശേഷിയും സമുദ്ര പ്രതിരോധ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കി അമേരിക്കൻ നീക്കങ്ങളെ ചെറുക്കാനാണ് ഇറാൻ പദ്ധതിയിടുന്നത്. ഇത് മേഖലയിൽ വൻതോതിലുള്ള സൈനിക വിന്യാസത്തിന് വഴിതെളിക്കും. അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളെ സമീപിക്കാനും ഇറാൻ ആലോചിക്കുന്നുണ്ട്. ഒരു പരമാധികാര രാജ്യത്തിന്റെ പ്രദേശത്തെ മറ്റൊരു രാജ്യം സ്വന്തം അധീനതയിലാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് അന്താരാഷ്ട്ര ചട്ടങ്ങൾക്ക് നിരക്കാത്തതാണ്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇറാന്റെ ഈ നിലപാടിനെ പിന്തുണയ്ക്കാനാണ് സാധ്യത. ആഗോള സാമ്പത്തിക രംഗം ഈ സംഭവങ്ങളെ വളരെ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. യുദ്ധവും ഉപരോധങ്ങളും കാരണം വിപണി ഇതിനകം തന്നെ കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇതിനിടയിലാണ് പുതിയ പ്രതിസന്ധിയും രൂപപ്പെടുന്നത്.
ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ പ്രസ്താവന വലിയ തരംഗമാണ് ഉണ്ടാക്കുന്നത്. ഭരണകൂടത്തിനെതിരെയുള്ള ആഭ്യന്തര അമർഷങ്ങൾ നിലനിൽക്കുമ്പോഴും രാജ്യത്തിന്റെ പരമാധികാരത്തിനുമേലുള്ള വിദേശ കടന്നുകയറ്റത്തിനെതിരെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുമെന്ന വിലയിരുത്തലിലാണ് ഇറാനിയൻ നേതൃത്വം. ദേശവികാരം ഉണർത്തിവിട്ട് അമേരിക്കൻ അധിനിവേശ നീക്കങ്ങളെ ചെറുക്കുകയാണ് ടെഹ്റാന്റെ ലക്ഷ്യം. തന്ത്രപ്രധാനമായ ഈ കടൽപാത കൈവശപ്പെടുത്താൻ അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയാൽ അത് അങ്ങേയറ്റം അപകടകരമായ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറും. മധ്യപൂർവേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും സഖ്യരാജ്യങ്ങൾക്കും നേരെ ഇറാൻ തിരിച്ചടി നൽകിയേക്കാം. ഇത് ലോകത്തെ വീണ്ടും ഒരു വൻ വിപത്തിലേക്കാവും തള്ളിയിടുക. ട്രംപിന്റെ ഭീഷണികൾക്കും അമേരിക്കൻ സൈനിക സമ്മർദ്ദങ്ങൾക്കും മുൻപിൽ അടിയറവ് പറയാൻ ഇറാൻ തയ്യാറല്ലെന്ന് ഖാസം ഗരീബാബാദിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഹോർമസ് കടലിടുക്കിന്മേലുള്ള പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ശക്തമായ പ്രതിരോധം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ആഗോള സുരക്ഷയെയും ദീർഘകാലത്തേക്ക് സങ്കീർണമാക്കുമെന്നതിൽ സംശയമില്ല.